നമസ്കാരം. ബംഗ്ലാദേശിന്റെ വിഘടനവാദി നേതാവ് ഷെരീഫ് ഉസ്മാൻ ഹാദിയുടെ കൊലപാതകത്തിന് പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണ് എന്ന സംശയങ്ങൾ ഉയരുകയാണ്. അതായത് ബംഗ്ലാദേശിലെ പ്രധാനപ്പെട്ട ജമാഅത്തെ ഇസ്ലാമി നേതാവും പ്രമുഖ അഭിഭാഷകനുമായ ശിശിർ മനീറാണ് ഈ കേസിലെ കൊലപാതകി എന്ന് സംശയിക്കപ്പെടുന്ന ആൾക്ക് 2 തവണ ജാമ്യം എടുത്തു കൊടുത്തത്. ഈ ഒരു ആരോപണമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെ മുതിർന്ന നേതാവായ നീലോഫർ ചൗധരി മോണിയാണ്. ഒരു ബംഗ്ലാദേശി വാർത്താ ചാനലിന് നൽകിയ അഭിമുഖത്തിനിടെയാണ് അവർ ഈ ഒരു രീതിയിലുള്ള ആരോപണം ഉന്നയിച്ചത്. അതായത് ജമാഅത്തെ ഇസ്ലാമി നേതാവും ഈ കൊലപാതകിയും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന ഒരു സമഗ്രമായ ഒരു അന്വേഷണമാണ് വേണ്ടതെന്നും പ്രതിയുടെ മോചനങ്ങളിലും മറ്റും വലിയ പൊരുത്തക്കേടുകളാണ് ഉള്ളതെന്നും മോണി ആരോപിക്കുന്നു. 17 ലക്ഷം രൂപയുമായി ബന്ധപ്പെട്ട ചില കേസുകൾ ഇതിനിടയിൽ ഉണ്ടായി. അത് എങ്ങനെയാണ്, ഈ തുക അയാൾക്ക് എവിടെ നിന്ന് ലഭിച്ചു, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയും ഇനി വെളിച്ചത്ത് വരേണ്ടിയിരിക്കുന്നു. എന്തു തന്നെ ആയാലും കൊലപാതകം നടന്ന ദിവസങ്ങൾക്കകം തന്നെ ഇന്ത്യയാണ് ഈ കൊലപാതകത്തിന് പിന്നിലെന്ന ജമാഅത്തെ ഇസ്ലാമി ആരോപിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതായത് ഇന്ത്യയാണ് ഈ കൊലപാതകത്തിന് പിന്നിലെന്ന ഒരു നറേഷൻ അവിടെ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ ഇന്ത്യക്കെതിരെ ഒരു ഇൻ്റർനാഷണൽ സെൻറ്റിമെൻറ്റ്സ്, ഒരു അന്തർദേശീയ തലത്തിലൊരു വികാരം ഇന്ത്യക്കെതിരെ കൊണ്ടുവരുവാനും അതോടൊപ്പം തന്നെ ബംഗ്ലാദേശിൽ പൊതുവിലൊരു വികാരം ഇന്ത്യക്ക് നേരെ എടുക്കുവാനും സാധിക്കും. അതോടൊപ്പം തന്നെ ഇത്തരം ആരോപണങ്ങൾക്കെല്ലാം പിന്നിൽ ഇതിൻ്റെ യഥാർത്ഥ ശക്തിയായി പ്രവർത്തിക്കുന്നത് പാകിസ്ഥാനാണ്. പാകിസ്ഥാൻ്റെ ISIയുടെ ഒരു നേതൃത്വത്തിലാണ് ഇപ്പോൾ ബംഗ്ലാദേശ് മുന്നോട്ട് പോകുന്നത്. അവിടുത്തെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ഇപ്പോൾ പാകിസ്ഥാൻ ISI ആണ് എന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ്റെ റസാക്കർമാർ, പാകിസ്ഥാൻ മുന്നേ അയച്ച റസാക്കർമാരാണ് ഇപ്പോൾ അവിടുത്തെ സൈന്യത്തെ നിയന്ത്രിക്കുന്നത്. അതോടൊപ്പം തന്നെ അവിടുത്തെ സർക്കാരിനെ നിയന്ത്രിക്കുന്നതും മുഹമ്മദ് യൂനസിനെയൊക്കെ നിയന്ത്രിക്കുന്നതും പാകിസ്ഥാൻ അയച്ച റസാക്കർമാരുമാണ്. ആ ഒരു തരത്തിൽ പാകിസ്ഥാൻ മെനഞ്ഞെടുത്ത ഒരു കഥ മാത്രമാണ് ഇന്ത്യയാണ് ഇയാളുടെ ഈ വിഘടനവാദി നേതാവിൻ്റെ കൊലപാതകത്തിന് പിന്നിൽ, ഷെരീഫ് ഉസ്മാൻ ഹാദിയുടെ കൊലപാതകത്തിന് പിന്നിൽ ഇന്ത്യയാണ് എന്ന് വരുത്തി തീർക്കുന്നതിന് പിന്നിൽ പാകിസ്ഥാൻ തന്നെയാണ് എന്ന് നമുക്ക് ഇപ്പോൾ ഉറപ്പിക്കാൻ തന്നെ കഴിയും. കാരണം ഇത്തരത്തിൽ വളരെ തിടുക്കപ്പെട്ടിട്ടാണ് ഇന്ത്യക്കെതിരെ ജമാഅത്തെ ഇസ്ലാമിയും അവിടുത്തെ നാഷണൽ സിറ്റിസൺസ് പാർട്ടിയും ഇത്തരത്തിലുള്ളൊരു ആരോപണം ഉണ്ടാക്കിയെടുത്തത്. അതായത് ഇങ്ങനെയൊരു ആരോപണം ഉണ്ടാക്കിയെടുക്കുമ്പോൾ സംയുക്തമായിട്ട് ഇന്ത്യക്കെതിരെ ഒരു ആക്രമണത്തിനും കൂടി പാകിസ്ഥാൻ പദ്ധതിയിടുന്നുണ്ട് ഭീകരവാദികളെ നേതൃത്വത്തിൽ. അതായത് ഇപ്പോൾ ബംഗ്ലാദേശിലും പാകിസ്ഥാനിൽ ഉള്ളതുപോലെ ഭീകരവാദികളെ പാകിസ്ഥാൻ സൃഷ്ടിച്ചെടുത്തിരിക്കുകയാണ്. അത്തരം ഭീകരവാദികളുടെ ഒരു സംയുക്തമായ ആക്രമണം കിഴക്കൻ ഭാഗത്ത് ബംഗ്ലാദേശും പടിഞ്ഞാറൻ ഭാഗത്ത് പാകിസ്ഥാനും ഇന്ത്യയെ ആക്രമിക്കുന്നു. ആ ഇരു രാജ്യങ്ങളിൽ നിന്നുള്ള ഭീകരവാദികൾ ഇന്ത്യയെ ആക്രമിക്കുന്ന ഒരു സാഹചര്യമുണ്ടായാൽ ഇന്ത്യയെ പ്രതിരോധത്തിലാകും എന്ന് പാകിസ്ഥാന് ഒരു ധാരണയുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലുള്ള ഗൂഢാലോചനകളൊക്കെ പാകിസ്ഥാൻ മെനഞ്ഞെടുത്തിരിക്കുന്നത്. അതായത് ബംഗ്ലാദേശ് ഇന്ത്യയുടെ കിഴക്കൻ ഭാഗത്തേക്ക് ആക്രമണം നടത്തുമ്പോൾ, വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ആക്രമണം നടത്തുമ്പോൾ പാകിസ്ഥാൻ ജമ്മു കാശ്മീരിലും മറ്റു ഭാഗങ്ങളിലുമായിരിക്കും ആക്രമണം നടത്തുക. അങ്ങനെ 2 തലക്കിൽ നിന്നും, ഇരുതല മൂർച്ചയുള്ള 2 തലക്കിൽ നിന്നും ഇന്ത്യയിലേക്ക് പോർമുഖം തുറക്കുക എന്ന ഒരു രീതിയാണ് ഇപ്പോൾ പാകിസ്ഥാൻ ആവിഷ്കരിച്ചിരിക്കുന്നത്. എന്തായാലും പാകിസ്ഥാനും ബംഗ്ലാദേശിനും അബദ്ധം പറ്റാൻ പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഇന്ത്യ വലിയ സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ്. എന്തായാലും ഏത് തരത്തിലുള്ള ആക്രമണത്തിനെതിരെ ഒരു യുദ്ധം പ്രഖ്യാപിക്കുവാനും ആ യുദ്ധം നടത്തുവാനും ഇന്ത്യ പൂർണ്ണ സജ്ജമാണ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.